നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും എന്താണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. ഓക്കെ, അപ്പോൾ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. സ്നേഹത്തോടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാം. നിങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുമായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്നെ പഴി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റീഡിങ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളിൽ മാറ്റം വരാതെ നിങ്ങളുടെ പേഴ്സൺ വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്താൽ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരും. എൻ്റെ പേഴ്സൺ ഇപ്പോൾ എവിടെയും പോയിട്ടില്ല. അപ്പോൾ പറയുകയാണ്, അപ്പോൾ എൻ്റെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാവുക, അല്ല നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ റീഡിങ്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല. അതിൽ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരണം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആവണം. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യണം. നിങ്ങളുടെ പേഴ്സൺ പോയി എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കിയിട്ട് ഈ പേഴ്സൺ വരുന്നു എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങൾ മാറണം. ഒക്കെ വരുന്ന എനർജിയാണ് കാണുന്നത്. 6 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഈ 2 കാർഡ്സ് ഒന്ന് നോക്കിയേ. നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടല്ലേ ഇത് കണ്ടോ. ഇത് എൻ്റെ അടുത്തോട്ടല്ല വരുന്നത്, നിങ്ങളുടെ അടുത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾക്കാണ് യൂണിവേഴ്സ് ഈ ഒരു മെസ്സേജ് തരുന്നത്. അപ്പോൾ നിങ്ങളാണ് ചേഞ്ച് ആവേണ്ടത്. അല്ലാതെ ഞാനിവിടെ ഇരുന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വഴക്കിട്ട് പിരിഞ്ഞതാണെങ്കിൽ, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് നിങ്ങൾ തമ്മിലുള്ള സംസാരം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കിന്റെ ഒരു എൻഡിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് അവസാനിക്കുന്നതായിട്ടാണ്. ആ ഒരു വഴക്ക് അവസാനിപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വഴക്ക് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് അവസാനിക്കുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇത്ര കാലം ഉണ്ടായിട്ടുള്ള ആ വഴക്ക് അവസാനിക്കുന്നു, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സിക്സ് ഓഫ് സോഡ്സ് ആണ്. അവര് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് കാരണം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വഴക്ക് കാരണം അവര് നിങ്ങളിൽ നിന്നും അകന്നു പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് അവർക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, അവർക്ക് അകന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ള കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ. ദ എംപ്രസ് ആണ്. ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾ മാറണം. നിങ്ങളെ സെൽഫ് ലവ് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വരണം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ചെയ്യാനുള്ള ആ ഒരു പവറിലോട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ ആരുമായിട്ടും ഡിപ്പെൻഡഡ് ആവരുത്. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്ത് ഒരുപാട് സന്തോഷിക്കുന്ന ഓരോ മൊമെൻറ്റും നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറണം. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ കുതിരപ്പുറത്തൊക്കെ വരാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഒരു കാറൊക്കെ എടുത്ത് വരാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അതായത് നിങ്ങൾ കമ്മിറ്റഡ് അല്ലെങ്കിലും അവർ മാനസികമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അവർക്ക് ഇങ്ങനെ ഈ ഒരു വിഷമിച്ച് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് അവർക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്.
സെവൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് കാരണം അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം കാരണം മാറി നിൽക്കുന്നതായിട്ടാണ്. ഫിനാൻഷ്യൽ പ്രശ്നമാണ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഈ ഒരു എല്ലാവർക്കും മാച്ചാവില്ല. ചിലർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം നിങ്ങളിൽ നിന്ന് മാറി നിന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് അവർക്ക് ജോലിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളോട് അവർ പിണങ്ങിപ്പോയതായിട്ടാണ്, നിങ്ങളുമായിട്ട് വഴക്കിയിട്ട് മാറി നിന്നതായിട്ടാണ് കാണുന്നത്. അതല്ല അങ്ങനെ ആള് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിട്ടാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് എത്ര അവർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ത്രീ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു വഴക്കും അതിനിടയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് നിങ്ങൾ കരിയർ വൈസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഫ്രണ്ട്സ്, അതല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബ്രദറോ അങ്ങനെയുള്ള ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ പിണങ്ങി പോകാൻ അവർ കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണം ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഇൻസ്പിറേഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരുടെ ഇൻസ്പിറേഷൻ ആണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ ഇൻസ്പയർ ചെയ്യിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം തന്നെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ട്വിൻ ഫ്ലെയിം സൈൻസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം സൈൻസ് ആയിട്ടാണ്, അതായത് അവർ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള ഈ ഒരു സൈൻ കാണിക്കുന്നത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും മാച്ച് ആവില്ല കേട്ടോ. ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ളവർക്ക് മാത്രമേ മാച്ച് ആവുള്ളൂ. പാഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് അവർക്ക് പാഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു അട്രാക്ഷനും മറ്റും തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാണിക്കുന്നത്. കാർമിക് ബാറ്റിൽ എന്നാണ് കാണിക്കുന്നത്. ഇവരിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു കാർമിക് ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ക്ലിയറൻസിൻ്റെ ഒരു ടൂളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതും നിങ്ങൾ അതിൻ്റെ പെയിൻ അനുഭവിക്കുന്നതും അവർക്കും ആ ഒരു സിറ്റുവേഷനിൽ പെയിൻഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഈ ഒരു കർമ്മ ക്ലിയർനെസ്സിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, ലേണിംഗ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആണ് അവർക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു പേഴ്സൺ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നിങ്ങളിൽ നിന്നാണ് അവർ പഠിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് അവർക്ക് പല കാര്യങ്ങളും ലേൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ നല്ല ഒരു
എന്താ അവർക്കുള്ളിലുള്ള നല്ലൊരു പേഴ്സൺ അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു വ്യക്തിത്വത്തെ അവർ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതുവരെ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് ചേഞ്ച് ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇത്രയും നാൾ നിങ്ങളെ വിഷമിപ്പിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കെയർ തരുന്ന, നിങ്ങളെ വേദനിപ്പിക്കാതെ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാണിക്കുന്നത്. ബ്ലെസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അവർ ബ്ലെസ്ഡ് ആണ് നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ കിട്ടിയതിന്. കാരണം ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് അവർക്കൊരു ലേണിംഗ് ആയിട്ടാണ് അവരെടുക്കുന്നത്. അവർ നിങ്ങളുടെ ലൈഫിൽ വന്നത് തന്നെ അവർക്കൊരു ബ്ലെസ്സിങ്സ് ആണ്. അവരുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷം നടന്നിട്ടുള്ളതായിട്ടാണ് അവർ കരുതുന്നത്. ഒരു പോസിറ്റീവ് ലൈഫ് നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എൻട്രിയോട് കൂടി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. റൊമാൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഈ ഒരു ഏഞ്ചൽസ് മെസ്സേജ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രണയത്തിന്റെ തീവ്രതയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. നോക്കൂ, ബിഗ് ഹാപ്പി ചേഞ്ചസ്, അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. റൊമാൻസ് എന്നാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നിട്ടുള്ള വേറൊരു മെസ്സേജ്. എല്ലാം പോസിറ്റീവ് മെസ്സേജസ് ആണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ എടുക്കുക കേട്ടോ. യെസ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്നും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ അവരെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഓക്കെ, ഫോർഗീവ്നെസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, ഇപ്പോഴും വിഷമം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അവരോട് ഫോർഗീവ് ചെയ്യുക. അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരൂ എന്നുള്ള ഒരു ചിന്തയോടാണ് ഈ ഒരു റീഡിങ് കണ്ടിട്ടുള്ളത് എങ്കിൽ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. റൊമാൻസ് എന്നാണ് പറയുന്നത്. ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അത്രയും നല്ലൊരു റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നല്ല റീഡിങ് കിട്ടുമ്പോൾ അത് മനസ്സിലോട്ട് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. തിരുവോണം 1999, ലെറ്റർ വൈ ഒക്ടോബർ, ചോതി ജൂൺ 1986, സെപ്റ്റംബർ, രോഹിണി, ലെറ്റർ വി മകം 1995, 1985, രേവതി 1992, 1998, 1996, ലെറ്റർ സി, ലെറ്റർ എം, ലെറ്റർ ബി, ലെറ്റർ എ, ഉത്രം, ചതയം, പുണർദം, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.